എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ദിവസം ഭഗവാൻ പരമശിവനും പാർവതി ദേവിയും രൂപം മാറി മനുഷ്യരെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. മഹാദേവന്റെ നിർദ്ദേശപ്രകാരം പാർവതി ദേവി സുന്ദരിയായ ഒരു മനുഷ്യ സ്ത്രീയുടെ വേഷവും നന്ദികേശൻ ഒരു സാധാരണ കാളയുടെ വേഷവും സ്വീകരിച്ചു. പരമശിവനാകട്ടെ അല്പം പ്രായം ചെന്ന ഒരു മനുഷ്യനായി രൂപം മാറി. ഭഗവാൻ ദേവിയോട് പറഞ്ഞു, ദേവി, അവിടുന്ന് ഈ കാളയുടെ പുറത്ത് യാത്ര ചെയ്താലും. അങ്ങനെ ദേവി കാളയുടെ പുറത്തും ഭഗവാൻ കാൽനടയായും യാത്ര തുടങ്ങി. ആളുകൾ ഇവരെ 3 പേരെയും ശ്രദ്ധിക്കാൻ തുടങ്ങി. യുവതിയായ ഒരു സ്ത്രീ കാളപ്പുറത്തും അവരുടെ വൃദ്ധനായ ഭർത്താവ് നടന്നു പോകുന്നു. ആളുകൾ കൗതുകത്തോടെ നോക്കി നിന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു കൂട്ടം മനുഷ്യർ ഇത് കണ്ടു. കാളപ്പുറത്തിരിക്കുന്ന സ്ത്രീയെ കുറ്റപ്പെടുത്തി അവർ സംസാരിക്കാൻ തുടങ്ങി. എന്തൊരു ധിക്കാരിയായ സ്ത്രീ! വയസ്സായ തൻ്റെ ഭർത്താവിനെ നടത്തിയിട്ട് സുഖമായി കാളയുടെ പുറത്തു കയറി യാത്ര ചെയ്യുന്നു. ഇത്രയും സ്വാർത്ഥയായ ഭാര്യയെ ലഭിച്ചത് ഈ മനുഷ്യൻ്റെ ഭാഗ്യദോഷം തന്നെ. പരമശിവൻ ഇത് കേട്ട് പാർവതി ദേവിയോട് പറഞ്ഞു, മനുഷ്യർ ദേവിയെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യാം. ഇനി ഞാൻ കാളയുടെ പുറത്ത് യാത്ര ചെയ്യാം. ദേവി നടന്നു വരൂ. ദേവി സമ്മതിച്ചു. കുറച്ചു ദൂരം അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും മനുഷ്യർ ഇതുതന്നെ അവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. എന്തൊരു ക്രൂരനായ മനുഷ്യനാണിത്! സുന്ദരിയും യുവതിയുമായ ഭാര്യയെ നടത്തിയിട്ട് അയാൾ സുഖമായി കാളയുടെ പുറത്ത് സഞ്ചരിക്കുന്നു. ഇത്രയും ക്രൂരനായ ഭർത്താക്കന്മാർ ഈ ലോകത്തുണ്ടോ? ഇത് ശ്രദ്ധിച്ച പരമശിവൻ പുഞ്ചിരിയോടെ പാർവതി ദേവിയോട് പറഞ്ഞു, ദേവി, മനുഷ്യർ നമ്മളെ വീണ്ടും കുറ്റപ്പെടുത്തുന്നുവല്ലോ. എങ്കിൽ പിന്നെ നമുക്ക് 2 പേർക്കും നടക്കാം. ദേവി സമ്മതിച്ചു. പക്ഷേ എന്നിട്ടും കുറ്റം മാത്രം പറയാൻ വഴിയിൽ കാത്തിരുന്ന മനുഷ്യർ വെറുതെ വിട്ടില്ല. അവരുടെ വിമർശനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഇത്തവണ ആളുകൾ അവരെ കുറ്റപ്പെടുന്നത് കൂടാതെ കളിയാക്കി ചിരിക്കാനും തുടങ്ങി. എന്തൊരു വിഡ്ഢികളായ മനുഷ്യരാണിത്! ഒരു കാളയെ കെട്ടിയിട്ട് കല്ലും മുള്ളും ചവിട്ടി നടന്നു പോകുന്നു. അതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്തുകൂടെ ഇവർക്ക്? പരമശിവൻ ദേവിയോട് പറഞ്ഞു, എങ്കിൽ പിന്നെ നമുക്ക് 2 പേർക്കും കാളയുടെ പുറത്ത് കയറി യാത്ര ചെയ്യാം. എന്താ? അങ്ങനെയെങ്കിലും കുറ്റപ്പെടുത്തൽ അവസാനിക്കുമോ എന്ന് നോക്കാം. പുഞ്ചിരിയോടെ ദേവിയും സമ്മതിച്ചു. അങ്ങനെ 2 പേരും കാളയുടെ പുറത്ത് യാത്രയായി. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ആളുകൾ ഇവരെ കണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്തൊരു ക്രൂരന്മാരാണ് ഈ ഭാര്യയും ഭർത്താവും! പാവം ഒരു മിണ്ടാപ്രാണിയുടെ പുറത്തു കയറി ഇങ്ങനെ യാത്ര ചെയ്യാൻ ഇവർക്ക് യാതൊരു മടിയുമില്ലല്ലോ. കഷ്ടം! ഇങ്ങനെ പോയാൽ ഈ കാളയെ ഇവർ കൊല്ലുമല്ലോ. പരമശിവനും പാർവതി ദേവിയും തിരിച്ച് കൈലാസത്തിൽ എത്തി. ഭഗവാൻ മന്ദഹാസത്തോടുകൂടി പറഞ്ഞു, ദേവി, അങ്ങ് കണ്ടില്ലേ, ഈ ലോകം എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. അത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. നന്മ ചെയ്താലും അതിന് കുറ്റം കാണുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ശരി എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്കോ മറ്റു ജീവികൾക്കോ ഉപദ്രവമോ നഷ്ടമോ ഉണ്ടാവാൻ പാടില്ല. എങ്കിൽ പിന്നെ കുറ്റപ്പെടുത്തലുകളെ ഭയക്കേണ്ട കാര്യവുമില്ല. വിമർശനങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ചുറ്റും നിന്ന് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാവുമ്പോൾ പല മനുഷ്യരും ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയുന്നു, അങ്ങനെ പരാജയപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ നമ്മൾ ചെയ്യുന്നത് തുടരുകയാണ് വേണ്ടത്. കുറ്റപ്പെടുത്തലുകളെ അവഗണിച്ച് ലക്ഷ്യത്തെ പിന്തുടരുക തന്നെയാണ് ഓരോ മനുഷ്യനും ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.